ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. അമ്മമ്മ ചെറുപ്പത്തില് എന്തോ ചക്രമൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞില്ല വിഷു കൈനീട്ടമായിട്ട്. അപ്പൊ അമ്മയും പെരുമയൊക്കെ കുഞ്ഞായിരുന്നപ്പോ അപ്പൊ എത്രയായിരുന്നു അത്? അവര് കുഞ്ഞുങ്ങളായപ്പോഴത്തേക്ക് ചക്രം മാറി. ഒരു സർക്കാർ രൂപ എന്ന് പറഞ്ഞാൽ ഈ ചെമ്പ് നാണയമാ, ചെമ്പ്. അത് 28 എണ്ണമാണ്. 28 ചക്രമാണ് ഒരു തിരുവിതാംകൂർ സർക്കാർ നാണയം. അപ്പം ബ്രിട്ടീഷുകാരുടെ ഭരണമായി. അപ്പം ബ്രിട്ടീഷുകാരുടെ നാണയം എന്ന് പറയുമ്പോൾ ഒരു ബ്രിട്ടീഷ് രൂപ, അങ്ങനെ പ്രത്യേകം തന്നെയാണ്. സർക്കാർ രൂപയും ബ്രിട്ടീഷ് രൂപയും. ബ്രിട്ടീഷ് രൂപയ്ക്ക് ചക്രമല്ല, അതിന് അണ പൈസ. അണ എന്ന് പറഞ്ഞാൽ 16 അണ. ഒരു ബ്രിട്ടീഷ് രൂപയ്ക്ക് 16 അണ. ആ 16 അണ ചെമ്പല്ല, നമ്മുടെ ഏതാണ്ട് പിച്ചള പോലെയും, പിച്ചള സ്വർണ്ണത്തിന്റെ കളറില്ലേ, അതേപോലെ ഇരിക്കും. അത് കാരണം ഒരുപാട് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ സ്വർണ്ണം നിറയെ മിനുക്കം പോകും. ഒറ്റ അണയ്ക്ക് കുറച്ച് വളഞ്ഞിരിക്കും ചുറ്റും. ഒരു അണത്തുട്ട്. 2 അണത്തുട്ടെന്ന് പറയുന്നത് ചതുരം. മറ്റേതിങ്ങനെ വളഞ്ഞിരിക്കും. 5-6 അല്ല, ഒരു 5-6 പൂവൊക്കെ പോലെ. ചില ബിസ്ക്കറ്റിനൊക്കെ ഇങ്ങനെ വളവില്ലേ, അതുപോലെ ഇരിക്കും. ചെറുതാ, നമ്മുടെ ഒരു കൈവെള്ളയിൽ ഇങ്ങനെ കൊള്ളത്തുള്ളൂ, അത്രേ ഉള്ളൂ. ഒരണത്തൊട്ട്. 2 അണത്തൊട്ട് അതിനേക്കാൾ ഇച്ചിരി വലുതായിരിക്കും. പക്ഷെ 4 മൂലയല്ല, ഇങ്ങനെ ഒരു കറുവായിട്ടിരിക്കുന്നു അതിൻ്റെ സൈഡ്. പിന്നെ 4 അണ. അപ്പോൾ 1 അണ, 2 അണ, 4 അണ. ഈ 4 അണ എന്ന് പറയുന്നത് 1/4 രൂപ എന്ന് പറയും. അത് വളരെ ചെറിയ ഒരു തുട്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് 1/4 രൂപ മലയാളത്തിൽ, ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. പിന്നെ അത് ബ്രിട്ടീഷ് തൂക്കങ്ങളും നാണയങ്ങളും അളവുകളും എന്നൊക്കെ ഇങ്ങനെ മാറിയിട്ട് അതിന് മെട്രിക്കും ഒക്കെ ആയില്ലേ. ആ സമയമായപ്പോഴത്തേക്കും നയാ പൈസയായി. പിന്നെ അത് അണയും പൈസയും മാറി നയാ പൈസ, പുതിയ പൈസ, 100 പൈസയായി. അത് 1 രൂപയ്ക്ക് 100 പൈസ. ആ 100 പൈസ എന്ന് പറഞ്ഞാൽ, ഒരു പൈസ എന്ന് പറഞ്ഞാൽ നടപ്പ് നാണയമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഈ 100 കൊച്ചു ഇങ്ങനെ ഈ കണ്ണിൽ കൊള്ളുന്ന അത്രയും വലുപ്പമുള്ള ചെറിയ നയാ പൈസ. 25 നയാ പൈസയ്ക്ക് 1/4 രൂപ, 1 രൂപയുടെ 4-1. അത് 50 നയാ പൈസ, അടുത്ത നാണയം. 50 നയാ പൈസ എന്ന് പറയുന്നത് 1/2 രൂപ. 75 പൈസയ്ക്ക് നാണയമില്ല. പിന്നെ 1 രൂപ. ആ 1 രൂപ 100 പൈസ. ആ നാണയമായി. അപ്പം നമ്മൾ വിഷുക്കൈനീട്ടമൊക്കെ കൊടുക്കുമ്പോൾ, പണ്ട് ഇത് സർക്കാർ രൂപയൊക്കെ ഉള്ളപ്പോൾ ചക്രമായിരുന്നു കൊടുക്കുന്നത്. സർക്കാർ രൂപ പോയി കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് രൂപയും രണ്ടും കൂടി കുറച്ച് നാളുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി ചേർന്ന് പോകുമായിരുന്നു. അപ്പോൾ ഈ 1/4 രൂപ അല്ലെങ്കിൽ 25 പൈസ വിഷുക്കൈനീട്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ തുകയാണ്, ചെറുതല്ല അത്. അപ്പോൾ ഈ 25 പൈസ അല്ലെങ്കിൽ 1/4 രൂപ എന്നുള്ളത് അച്ഛനും അപ്പച്ചനും ഒക്കെ ഇങ്ങനെ നേരത്തെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. എന്തിനാ? വിഷു വരുമ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ. അങ്ങനെ വിഷുക്കൈനീട്ടം കൊടുക്കുമായിരുന്നു. അവരുടെയൊക്കെ കാലത്ത് അതായിരുന്നു. ഞങ്ങളുടെയൊക്കെ ചക്രമായെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇതൊക്കെയായിരുന്നു ഇത് വിഷുക്കൈനീട്ടത്തിന് കൊടുത്തിരുന്നത്. അവരതുകൊണ്ട് അവിടെ നേരെ കടയിൽ പോയിട്ട് പടക്കം വാങ്ങിച്ചുകൊണ്ട് വരും. ആ സ്വാതന്ത്ര്യമായിട്ട് പടക്കം പൊട്ടിക്കാമല്ലോ, ഏറ് പടക്കം. പിന്നെ ഈ തേപ്പ് പടക്കം. അതിങ്ങനെ എന്താന്ന് വെച്ചാൽ ഉരയ്ക്കുമ്പോൾ ഇങ്ങനെ ടപ്പ് കേൾക്കുന്നു, നിലത്തുരയ്ക്കുമ്പോൾ. അങ്ങനെ ഉണ്ടായിരുന്നൊരു പടക്കം. പിന്നെ നമ്മുടെ തിണ്ണയിലെ തറയിൽ ഇങ്ങനെ വെച്ചിട്ട് കല്ലോ അല്ലെങ്കിൽ ചുറ്റികയോ എന്തെങ്കിലും വെച്ച് ടപ്പെന്ന് അടിക്കുമ്പോൾ പടപടമെന്ന് ശബ്ദം കേൾക്കുക. അതൊക്കെ ഒരു രസം. പിന്നെ ഇത് കമ്പിത്തിരി, പൂത്തിരി, അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ ഈ കിട്ടുന്ന പൈസയും അന്ന് തന്നെ പടക്കം പൊട്ടിച്ച് തീർക്കും. പിന്നെ കൈ പൈസ ഉള്ളവർ ചുമ്മാ 100 രൂപയോ 500 രൂപയോ ഒക്കെ കൊടുക്കുന്ന കാലങ്ങളുമൊക്കെ ആയി. പിന്നെ പൈസയുടെ മൂല്യം, നാണയത്തിൻ്റെ മൂല്യങ്ങളൊക്കെ കുറയുകയും അതിന് നാണയങ്ങളൊക്കെ, നടപ്പ് നാണയങ്ങൾ അല്ലെങ്കിൽ ഈ രൂപകളൊക്കെ ഒരുപാട് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിലായി പിന്നെ ജീവിതവും എല്ലാ കാര്യങ്ങൾക്കും മാറ്റം. 100 രൂപയൊക്കെ വിഷുക്കൈനീട്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മഹത്തായ സംഭവം. 100 രൂപ. അത് ഏത് വർഷമാണ് വീട്ടില് TV വന്നത്? അത് പറയുകയാണെങ്കിൽ ഒളിമ്പിക്സ്, ഏഷ്യാഡ് എന്നൊക്കെ പറഞ്ഞുള്ള ഇത് വന്നില്ലേ, ഏതാണ്ട് 80-ന് ശേഷം, 80s.
നമ്മുടെ എല്ലായിടവും ടി വി കുറേശ്ശെ വന്നു തുടങ്ങി. ഗീത ഗീത കാര്യവട്ടത്ത് കൊണ്ടുവന്ന് ചേർത്തിട്ട് തിരിച്ച് ട്രിവാൻഡ്രമായിട്ട് കുറച്ച് ദൂരം വ്യത്യാസമുണ്ട്. ടൗണിൽ വന്ന് പിന്നെ എക്സ്പ്രസ് ബുക്ക് ചെയ്ത് വേണം ആലപ്പുഴയ്ക്ക് വരാം. അപ്പോൾ ബുക്ക് ചെയ്ത് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന വഴി ലല്ലമ്മയില്ലേ, ലല്ലമ്മയുടെ ബ്രദർ വീരമണി സാറെന്ന് പറയും. വീരമണി സാറ് പിന്നെ കാര്യവട്ടത്ത് ഈ ക്യാമ്പസിൽ തന്നെ താമസിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ലോക്കൽ ഗാർഡിയനായിട്ട് സാറിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് അവരുടെ തന്നെ വേറൊരു സിസ്റ്റർ അവിടെ താമസിക്കുന്നു. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ കളി കാണുന്നതിന് വേണ്ടിയിട്ട് എത്രയോ നാൾ മുമ്പ് ബുക്ക് ചെയ്ത് അവർക്ക് ആ സമയത്ത് ടി വി കിട്ടി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി, മറ്റേ കളറൊന്നുമില്ല. അപ്പോൾ അത് അവർ ഓൺ ചെയ്യാൻ തന്നെ കുറേ പാടുപെട്ട് ഞങ്ങൾ ചെന്നപ്പോൾ എങ്ങനെയോ ഓൺ ചെയ്തിട്ട് കളി തുടങ്ങുന്നു. ആ സമയത്താണ് ഏതാണ്ട് അങ്ങും ഇങ്ങുമൊക്കെ ഇച്ചിരി കഴിവുള്ളവർ ടി വി വാങ്ങിച്ചു വെച്ച് കളി കാണാൻ വേണ്ടി വാങ്ങിച്ചത്. 75 കഴിഞ്ഞിട്ട്. പണ്ട് മക്കളെ ടി വി വന്നപ്പോഴത്തേക്കും മുകളിലോട്ടൊരു സാധനം ഉണ്ടായിരുന്നു. എന്തായിരുന്നു പറയുന്നത്? ആന്റിന. എല്ലാവരും അതിന് പറയും ഈ ചവറ് വലിക്കുന്ന സാധനം മുകളിൽ കിട്ടും. ആന്റിനയൊക്കെ വെച്ചാലേ കിട്ടത്തുള്ളായിരുന്നു. ഇപ്പൊ പിന്നെ അതൊന്നും വേണ്ടല്ലോ. ഈ വീട്ടിൽ ഞങ്ങൾ പോയ വീട്ടിൽ കളി കാണാനായിട്ട് പോകുമ്പോൾ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനം. അപ്പോഴത് ആന്റിനയാണെന്നും ഒക്കെ അറിയുന്നത്. അതൊക്കെ ശരിക്കും 75 ഒക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. കളി കാണാൻ വേണ്ടിയാണ് കേരളത്തിലത് പ്രചാരത്തിൽ വന്നത്. അത് എല്ലാ വീട്ടിലൊന്നും ഇല്ല. ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള വീട്ടിൻ്റെയൊക്കെ മുറ്റത്ത് അറച്ച ആളുകൾ സിനിമാ തിയേറ്ററിലും മൈതാനത്തിലൊക്കെ വന്നിരിക്കുന്നവരോ വീട്ടിൽ ഇത് കാണാനായിട്ട് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ടും കൂടി ഈ നാടൻ കളികളുടെയൊക്കെ പ്രചാരം ഒന്നും മാറി. എല്ലാം അതിനകത്ത് കിട്ടുമല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറി. പിന്നെ ഞായറാഴ്ചകളിൽ ഒരു ഹിന്ദി സിനിമ കിട്ടും. അതും ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. എല്ലാ സിനിമകളൊന്നുമില്ല. ഞായറാഴ്ച ഏതാണ്ട് ഉച്ചയ്ക്ക് 2:30 3 ഒരു ഹിന്ദി സിനിമ നോർത്ത് ഇന്ത്യയിൽ വരും. അതല്ലാതെ മലയാളത്തിലൊന്നും എന്താണ് പറയുന്നത് പ്രക്ഷേപണമൊന്നുമില്ല. മലയാളത്തിലൊന്നും തന്നെ മലയാളം നിലയങ്ങളൊക്കെ വന്നത് പിന്നെ പതുക്കെ അതൊക്കെ. മലയാളം വന്നപ്പോൾ ആദ്യം വന്നത് തിരുവനന്തപുരം, പിന്നെ തിരുവനന്തപുരം, കൊച്ചി, ആലപ്പുഴ. അല്ല, തിരുവനന്തപുരം, കോഴിക്കോട്. കൊച്ചിയല്ല, തിരുവനന്തപുരം, കോഴിക്കോട്, പിന്നെയാണ് ആലപ്പുഴ, പിന്നെയാണ് കൊച്ചി വന്നത്. ഇപ്പോഴും ആലപ്പുഴയ്ക്ക് അതിന് പ്രാധാന്യമുണ്ട്. അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വയം ഉള്ള കളികളും കലകളും. പക്ഷെ ഇപ്പം ഈ കൊറോണ കോവിഡൊക്കെ വന്നതിന് ശേഷം ആർക്കും വെളിയിൽ ഇറങ്ങാനൊന്നും വയ്യാതെ വന്നപ്പോഴത്തേക്കും എല്ലാവരുടെയും തന്നെ അകത്ത് കിടന്ന കലാവാസനകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. കുറേ എല്ലാവരും ഓരോരോ പാചകമേളയും എല്ലാം ഒരുപാട് അതിനെല്ലാം പ്രചാരം കിട്ടിത്തുള്ളൂ. എല്ലാവർക്കും എല്ലാം ചെയ്ത് എല്ലാവരും കാണിക്കണം, കേൾപ്പിക്കണം. അങ്ങനൊരു വാസനകൾ വെളിയിൽ വരുന്നുണ്ട്. അങ്ങനൊരു പ്രത്യേകത വന്നിട്ടുണ്ട്. വീട്ടില് എന്റർടൈൻമെന്റ് ആയിട്ട് ടി വി അപ്പൊ 70s കഴിയാറ്, ഒരു 80s ആയപ്പോ വന്നു. റേഡിയോയോ വേറെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? റേഡിയോ പണ്ട് കാലം തൊട്ടേ ഉണ്ടല്ലോ. പിന്നെ അപ്പൂപ്പൻ്റെ ഇതെന്ന് വെച്ചാൽ രാവിലെ വന്ദേ മാതരം എന്ന് പറഞ്ഞ് തുടങ്ങും. ഒരു പ്രത്യേക ട്യൂണിൽ ആകാശവാണി എന്ന് പറഞ്ഞ് തുടങ്ങത്തില്ലേ, അപ്പം തൊട്ട് ആ റേഡിയോ ഓൺ ചെയ്ത് അവിടെ അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. രാത്രിയിൽ ഈ പറഞ്ഞതുപോലെ റേഡിയോ നിലയം പൂട്ടി കഴിയുമ്പോഴാണ് തോന്നുന്നത്. അതുവരെ റേഡിയോ നമ്മുടെയൊക്കെ ജീവിതം തുടങ്ങിയ കാലം തൊട്ട് ഞങ്ങൾക്ക് റേഡിയോ വാങ്ങിക്കുകയല്ലായിരുന്നു. കോട്ടയത്തെ രാധാപ്പച്ചിയുടെ കൊച്ചച്ഛൻ മിലിറ്ററിയിലായിരുന്നു. അവിടെ അസംബിൾ ചെയ്ത് റേഡിയോ കൊണ്ടുവരും. പാർട്സൊക്കെ അവർ വാങ്ങിച്ചിട്ട് മിലിറ്ററിയിൽ. അപ്പം വലിയ റേഡിയോ സെറ്റ്, ചെറുതല്ല, വലിയ റേഡിയോ സെറ്റ് അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾക്ക് ഒരെണ്ണം കൊണ്ടുവന്നു. വലിയൊരു റേഡിയോ സ്റ്റാൻഡും പൊക്കത്തിലുള്ള റേഡിയോ സ്റ്റാൻഡും ഒരുപാട് വലിയ ഒരു ബോക്സും ഒക്കെ ആയിട്ട്. അത് ഏതാണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കൊല്ലത്തേക്ക് ഉണ്ടായിരുന്നു. ചീത്തയാകാതെ തന്നെ അതിരുന്നിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മർഫി റേഡിയോ വാങ്ങിച്ചു. മർഫി അപ്പോഴത്തേക്കും ഒരു കുട്ടി ഇങ്ങനെ
താടി കൈയും വെച്ചോണ്ടിരിക്കുന്നൊരു പരസ്യമുള്ളതാണ് മർഫി. അത് റേഡിയോ ഇപ്പോഴും നമ്മുടെ ആലപ്പുഴ വീട്ടിൽ റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഏതാണ്ട് നമ്മുടെ ശ്രീകുട്ടിയുടെ പ്രായമുണ്ടോ റേഡിയോ. ശ്രീകുട്ടിയുടെ ഡെലിവറിക്ക് ചെയ്തിട്ട് വരുമ്പോൾ വന്നപ്പോൾ അപ്പൂപ്പന് വേണ്ടി കൊണ്ട് കൊടുത്തതാണ് പേരപ്പന് അപ്പൂപ്പന്. അപ്പൊ അതില് ഇതുണ്ടായിരുന്നു മക്കളെ, ടേപ്പ് റെക്കോർഡർ. അത് ഇത്ര എന്തായിരുന്നു, കാസറ്റ്. അതിന്റെ ഇപ്പൊ കാസറ്റ് ഇട്ട് വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ആകാശവാണി വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ ഇപ്പോഴും അത് ഓൺ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂസ് കേൾക്കാനായിട്ട് വെച്ചപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് ശല്യമുണ്ടെങ്കിൽ കേൾക്കാം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേ വേറെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. പക്ഷെ സൗണ്ട് കിട്ടുന്നുണ്ട്, ഇത് പിടിച്ചെടുക്കുന്നുണ്ട്, ഒക്കെയുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഇത് കേട്ടിട്ട് ഒരു കുഴപ്പമില്ലെന്ന് ചോദിച്ചു അനി. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് അത് കേൾക്കുന്നത് നല്ലതല്ലേ, എനിക്ക് ന്യൂസ് അറിയാം, എന്നാലും ആ ബഹളത്തിനിടെ തന്നെ കേൾക്കണം. ഇത് ശരിയാകുന്നില്ല, ആ ഏറിയൽ വർക്കേ അത് അകത്തായിരിക്കുന്നത്, വെളിയിലേക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയും അത്രയും മതി, അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് ന്യൂസ് കേൾക്കാറുണ്ട്. നമ്മുടെ ടി വി ഇല്ലല്ലോ ഇപ്പോൾ അവിടെ, നമ്മളാരും ഇല്ലാത്ത, അതൊക്കെ ചീത്തയായി. റേഡിയോ അപ്പൂപ്പൻ്റെ ഒരു ഇതായിരുന്നു റേഡിയോ എന്ന് പറയുന്നത്. എപ്പോഴും റേഡിയോ ഇങ്ങനെ ചെവി കേട്ടുകൊണ്ടേ